ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ബൺ ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബൺ ദോശ. അപ്പോൾ ഇതിലോട്ട് ഈസ്റ്റ് അതുപോലെ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല, അതൊക്കെ ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ദോശ റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ കുതിർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് തന്നെ കുതിർത്ത് വെക്കുക. ഇതിൻ്റെ വെള്ളവും കൂടെ നമ്മൾ അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ആ ഒരു കുതിർത്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് റൈസിന് 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1 കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു സാധാരണ ആ ഒരു തിന്നായിട്ടുള്ള അവിലാണ്, നോർമൽ അവിൽ, അതും കൂടെ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് അരക്കാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്തിട്ട് ലൂസായിട്ട് അരച്ചെടുക്കരുത്. നല്ല തിക്കായിട്ടുള്ള മാവാണ് കേട്ടോ വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കുതിർത്ത് വെച്ച വെള്ളം തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ടിത് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മാവിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇഡലി മാവ്, അതുപോലെ നമ്മൾ മസാല ദോശ, തട്ട് ദോശ അതൊക്കെ ഉണ്ടാക്കൂല, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു തിക്നെസ്സായിട്ട് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2 ബാച്ചായിട്ട് അങ്ങനെ അരച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരിച്ചിരി 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ലൂസാക്കി എടുക്കണ്ട, 1 ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ആദ്യം അരക്കുമ്പോൾ ആ ഒരു അരക്കാൻ പാകത്തിന് മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു രാത്രി ഫുള്ള് മൂടി വെച്ചിട്ട് മാറ്റി വെക്കണം. ഒരു 7 മണിക്കൂറൊക്കെ ഇത് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ മാവ് പൊങ്ങി വരും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു രാത്രി ഫുള്ള് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 7 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഈസ്റ്റ്, ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നമ്മുടെ മാവ് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ മാവ് പൊങ്ങി വരും. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് കടുക്, അതുപോലെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ഒന്ന് വഴറ്റി താളിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ മാവ് ലൂസാകുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ലൂസാക്കി എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലോട്ട് ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് കുഴിയുള്ള ഒരു അപ്പച്ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരു അപ്പച്ചട്ടി ചൂടായി വരുമ്പോഴേക്കും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് 1 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നിരത്തി കൊടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ബൺ ദോശ ഞാൻ കുറേ രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സോഫ്റ്റായി കിട്ടുന്നുണ്ട്, ബണ്ണ് പോലെ നല്ല സോഫ്റ്റായി കിട്ടുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും പൊങ്ങി വരുന്നൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം. പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. സാധാരണ ബൺ ദോശക്ക് തേങ്ങയും അവിലൊന്നും ഇത്രയൊന്നും ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ തേങ്ങയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, അതുപോലെ നല്ല സോഫ്റ്റും ഉണ്ട്. അവിലും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ചുട്ടെടുക്കാം. നമ്മൾ ഇതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാക്കുക, പിന്നീട് ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല മുളക് കറിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ആ ഒരു മുളക് കറിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്